പരുന്തുകളെന്നും പരുന്തുകൾ തന്നെയാണ്. കാക്ക വെറും കാക്കയും. ആകാശപ്പൊക്കത്ത് പക്ഷേ കാക്ക പരുന്തിനെ തുരത്തുന്നതേ കണ്ടിട്ടുള്ളൂ. അത് പരുന്തിനേക്കാൾ കൂർത്ത കൊക്കോ നഖമോ കാക്കയ്ക്കുള്ളതുകൊണ്ടല്ല, സൂക്ഷ്മബുദ്ധിയുടെ പ്രയോഗവൈഭവം കൊണ്ടാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ, എപ്പോഴും പരുന്തിനു മുകളിൽ മാത്രം സ്വയം സ്ഥാനപ്പെടുത്താൻ അതീവ ശ്രദ്ധാലുവായിരിക്കും കാക്കയപ്പോൾ. അറിയാമല്ലോ, ഏതു പ്രായത്തിലെ പരുന്തിനും ഒറ്റക്കൊത്തിനില്ല ഒരു കാക്ക. ഇടതുകാലുകൊണ്ട് പോലും ഒന്ന് മാന്താനില്ല ഒരു കാക്ക. എന്നിട്ടും എല്ലാ പരുന്തിനും തിരിച്ചു പോകേണ്ടി വരുന്നത് അവയ്ക്ക് കൊത്താൻ പാകത്തിൽ കാക്ക താണുകൊടുക്കാഞ്ഞിട്ടാണ്. ആകാശത്തെ ഈ പാഠം നന്നായി വായിച്ചിരുന്നെന്ന് തോന്നുന്നു അംബേദ്കർ.